ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിതാ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ മുത്തുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതിനായിട്ട് ഞാനിവിടെ 2 ടൈപ്പ് ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പേൾ ബീഡ്സും അതുപോലെ തന്നെ മൾട്ടി കളർ ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ്. 4mm സൈസിൽ വരുന്ന സിൽവർ കളർ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്നും ചെറിയൊരു പീസ് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 52 സെൻറ്റിമീറ്റർ അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 പീസ് അതുപോലെ 52 സെൻറ്റിമീറ്ററിൽ തന്നെ സെയിം അളവിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പീസ് ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്തിട്ട് അതിൽ ഒരു വലിയ ബീഡ് ഇട്ട് കൊടുക്കാം. ഒരു 8mm സൈസിൽ വരുന്ന ബീഡ് ഇട്ട് കൊടുക്കാം. 2 സൈസിലുള്ള ബീഡ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 8mm സൈസും അതുപോലെ തന്നെ 6mm സൈസിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 8mm സൈസിൽ വരുന്ന 2 ബീഡ്സ് മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ. 2 അറ്റത്തായിട്ട് കോർത്ത് കൊടുക്കാൻ. ബാക്കിയൊക്കെ നമ്മൾ 6mm സൈസിൽ വരുന്ന ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ 6mm സൈസിൽ വരുന്ന ബീഡ്സ് ഏകദേശം ഒരു 10 പീസോളം ഞാൻ ഈ ഒരു ഗിയർ വയറിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെയിം വേറൊരു പീസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരേ അളവിൽ കോർത്തെടുത്തിട്ടുള്ള 2 പീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 2 പീസും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഒരു വി ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഗിയർ വയർ തമ്മിൽ ചേർത്ത് പിടിക്കുക. അതിനുശേഷം 2-3 തവണ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേൾ ബീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അതിന് പകരം ക്രിസ്റ്റൽ ബീഡ്സോ അല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം ഇതാ നമ്മൾ നേരത്തെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗിയർ വയർ രണ്ടും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഓരോ വശത്തു കൂടെയും കുറച്ചുകൂടെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 6mm സൈസിൽ വരുന്ന ബീഡ്സ് തന്നെയാണ് കോർത്തെടുക്കുന്നത്. ഏകദേശം ഒരു 20-21 ആ ഒരു അളവിലാണ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ബീഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഗിയർ വയർ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് ഒരു കേവ് ആക്കിയിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു ബൗ ഒക്കെ ടൈ ചെയ്ത് വെച്ച ആ ഒരു രീതിയിൽ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ മറ്റേ വശവും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കൊടുത്തിട്ട് സെയിം രീതിയിൽ തന്നെ മറ്റേ വശം ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ വെച്ചിട്ട് ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബൗൻ്റെ ഒക്കെ ആകൃതിയിൽ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയൊരു നമ്മൾ തിയാരയൊക്കെ ചെയ്യുന്ന കൂട്ട് ഈ ഒരു മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു സംഭവം കൂടെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ചെറിയൊരു പീസ് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം ഒരു പേൾ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം മൾട്ടി കളർ ബീഡ്സ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും നമുക്ക് ആഡ് ചെയ്യാവുന്ന ബീഡ്സൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിയാരയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ചെറിയൊരു പീസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുന്നേ പല വീഡിയോസിലായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ ഡീറ്റെയിലിങ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ട് തന്നെ ചെറിയൊരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ 2 പീസായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിൻ്റ് ആയി കൊടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും വെച്ച് കൊടുത്തിട്ട് ഒരു ഒറ്റ പോർഷൻ ആക്കിയിട്ട് നമുക്ക് സെൻട്രലായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയർ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി അത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും നമ്മൾ എക്സ്ട്രാ ഗിയർ വയറോ അല്ല മറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗിയർ വയർ തന്നെ ബാലൻസ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജോയിൻ്റ് ആയി കൊടുക്കുന്നത്. ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി
ഇത് നമുക്ക് ഏതെങ്കിലും ക്ലിപ്പിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നിക്കൽ നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഹെയർ ബോൻ്റെ ചെറിയ മക്കളുടെ ഹെയർ ബാൻഡ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ അല്ലിഗേറ്റർ ക്ലിപ്പിലാണ് വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൂടുതൽ യൂസ് ആവുക അല്ലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വശത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ സെൻട്രലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയ ആൾക്കൊക്കെ ടീനേജിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാനിതാ അല്ലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ക്ലിപ്പിൻ്റെ മുകളിൽ ചെറിയൊരു റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് റിബൺ തന്നെ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് B7000 ഗ്ലൂ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബൗവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോം ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.